ഈ ഭാഗത്തേക്ക് നമ്മൾ തീ പടരാതെ നമ്മൾ സൂക്ഷിച്ചു. നമ്മൾക്ക് കത്തിയത് ഏതായാലും കത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി നമ്മൾ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്തും കൂടെ ഫയർ ഉണ്ട്, അതും കൂടി നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എക്സ്റ്റിങ്വിഷ് ചെയ്യും. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മതിൽ കടി വേർതിരിച്ച ഭാഗങ്ങളെല്ലാം പൊളിച്ചിട്ടാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവനക്കാരുടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏതൊരു ഫയറിലും നമ്മൾ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മളെ തടസ്സങ്ങളാണ്. പലവിധ തടസ്സങ്ങളുണ്ടായിരിക്കും. അത് നമ്മൾ സ്റ്റെയർ കേസ് ആയാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം ഫ്രീ ആയിരിക്കണം. നമ്മൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള വേ വേണം നമ്മൾക്ക്. അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റ് എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടിരിക്കരുത്. മറ്റ് ഓപ്പൺ സ്മോക്ക് പോകാനുള്ളത് വേണം. കാരണം സ്മോക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ BSL ഇടാതെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ BSL ഇട്ടിട്ടാണ് ജീവനക്കാർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടറുകൾ എയർ കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മീൻചന്തയിലും മറ്റ് സ്റ്റേഷനുകളിലും പോയിട്ട് റീഫിൽ ചെയ്തിട്ട് വന്നുകൊണ്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? നമ്മളെ ഷട്ടറാണ് അവിടെ കുറേ ഉണ്ടായിരുന്നത്. ഷട്ടറൊക്കെ നമ്മൾ ഷെയർസ് വെച്ച് പൊട്ടിച്ചിട്ടാണ് അകത്ത് കിടക്കുന്നത്. അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെ ഉദ്ദേശിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറിയിട്ടുള്ളത് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾക്ക് റൂട്ട് തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു. ആ റൂട്ട് നമ്മൾ കണ്ടെത്തി അവസാനം അവിടെ പൊളിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ എൻട്രി നമ്മൾ തരപ്പെടുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ അണ്ടർ കൺട്രോളിലാണ്. മറ്റു വിഷയങ്ങളൊന്നുമില്ല. തീ പടരാതെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ കത്തിയ ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട്. അല്ലാത്തൊരു ഭാഗത്തേക്ക് നമ്മുടെ ഫയർ പോയിട്ടില്ല. ഇന്ന് മോഡേൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ സേനയ്ക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ആ ലഭ്യമായ ഉപകരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇല്ല അങ്ങനെയുള്ളതൊന്നുമില്ല. AC വർക്ക് ചെയ്യുന്നുണ്ട്. AC യുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് നമ്മൾ അത്ര തന്നെ ബാധിച്ചിട്ടില്ല. AC വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നിപ്പം എക്സിറ്റ് സംവിധാനങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ഈ എൻട്രി ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ റൗണ്ട് സർക്കിളിൻ്റെ മുകളിലേക്കാണ് എൻട്രി ഉള്ളത്. ആ എൻട്രി കൺജസ്റ്റഡ് ആയിരുന്നു. അവിടെ വേറെ ഒബ്സ്റ്റക്കിൾസ് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് നമ്മൾ കയറിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലും ഫയർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ റൂഫാണ്. റൂഫിൻ്റെ മുകളിലേക്ക്, അപ്പം റൂഫിൻ്റെ സൈഡ് നമ്മൾ ഈ ക്ലോസ്ഡ് ആയതുകൊണ്ട് സ്മോക്ക് പോകുന്നില്ല. സ്മോക്ക് പോകാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളിത്